ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു A4 സൈസ് പ്രിൻ്റ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ക്യാൻവ ആപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് സെർച്ചിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പേജ് കാണാൻ സാധിക്കും. ഇനി എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഒരു സ്പ്ലാഷ് എഫക്റ്റ് തിരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ സ്പ്ലാഷ് എഫക്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുത്തിട്ട് അതിൻ്റെ താഴെ വെച്ച് കൊടുക്കുക. ഇനി ഞാനിതിൻ്റെ ട്രാൻസ്പാരൻസി ഒക്കെ ഒന്ന് ലൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലവർ കൂടി അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ ട്രാൻസ്പാരൻസി ഒക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ പിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്രെയിം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ക്യാപ്ഷന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്. അത് നമുക്ക് ട്രാൻസ്പെറൻസി കുറച്ച് ഫ്രെയിമിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഒരു പിങ്ക് സൈസ് കളറ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് നമുക്ക് ഇനി അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി മൈ ലവ് എന്നാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ എഴുതിയത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കറക്റ്റാക്കി അതിൻ്റെ സൈസ് ഫോണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹാർട്ട് ലവ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അടുത്തായിട്ട് നമുക്കൊന്ന് കൊണ്ടുപോയി സെറ്റാക്കി വെക്കണം. ഇത്രയും ആയപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് ഫ്രെയിമിനകത്തേക്ക് വെച്ച് കൊടുക്കണം. ഗ്ലാസ്സൊക്കെ ഒന്ന് നന്നായി തുടച്ച് കൊടുക്കണം. ചിലപ്പോൾ അതിൽ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ക്ലാരിറ്റിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഈ പ്രിൻ്റ് എടുത്ത ഫോട്ടോ ഇതിനകത്തേക്കൊന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.